മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മേഘനാഥൻ തകർത്ത് അഭിനയിച്ച ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു ഇത്. മേഘൻ മഹാലക്ഷ്മിയുടെ ആത്മാവിനെ കണ്ട് പേടിച്ച് വിറയ്ക്കുന്ന ആ ഒരു സീനൊക്കെ ശരിക്കും പറഞ്ഞാൽ എല്ലാവരെയും ചിരിപ്പിച്ചു എന്ന് തന്നെ പറയാം. മേഘനാഥനെ മഞ്ജു നൈസായിട്ട് അങ്ങ് ഒഴിവാക്കി വിടുന്നു. എനിക്കൊരു വ്രതമുണ്ട്, ആ വ്രതത്തിന് ശേഷം ഞാൻ ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ നടക്കും, അതുകൊണ്ട് എനിക്ക് തൽക്കാലം തങ്ങളോട് സംസാരിക്കാനും താല്പര്യമില്ല, ഉറങ്ങണമെന്നൊക്കെ പറഞ്ഞു പോയി കിടക്കുന്നു. അത് കണ്ട് മേഘൻ ആകെ അങ്ങ് കലിയാകുന്നുണ്ട്. നീ എന്നെ ഒരുപാട് ഒഴിവാക്കുവാണെന്ന് എനിക്കറിയാം, പിന്നെ വലിയ വഴക്ക് വേണ്ടെന്ന് വെച്ച് ഒഴിഞ്ഞു മാറി പോകുന്നതിനനുസരിച്ച് തലേ കയറിയിരുന്ന് നിരങ്ങരുത് എന്നൊക്കെ പറഞ്ഞ് ചൂടായിട്ടങ്ങ് ഇറങ്ങിപ്പോകുന്നു. ആ സമയത്ത് മഞ്ജു വിചാരിക്കുന്നുണ്ട് മിക്കവാറും മാനസയുടെ വീട്ടിലേക്ക് പോയതായിരിക്കും, അല്ലെങ്കിൽ അയാളെ കാത്തിരിക്കുന്ന ഏതെങ്കിലും പെണ്ണുങ്ങളുടെ വീട്ടിൽ പോയതായിരിക്കും, എങ്ങോട്ടോ പോട്ടെ, എൻ്റെ മേലിൽ ശല്യം ഉണ്ടാവാതിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് മഞ്ജു അങ്ങ് ഡോർ അടച്ച് കിടക്കുന്നുണ്ട്. മേഘനാഥൻ ഗുണ്ടകളെ പോയി കണ്ട് നിങ്ങൾ എന്തിനാ എന്നെ അത്യാവശ്യമായിട്ട് വിളിച്ചതെന്ന് ചോദിക്കുന്നു. അന്നേരം അവർ ആ ഞെട്ടിക്കുന്ന സത്യം പറയുന്നു. അതായത് അവർ സെക്കൻഡ് ഷോ കഴിഞ്ഞ് വന്ന വഴിക്ക് റോഡിലൊരു രൂപം നിൽക്കുന്നുണ്ട്. വണ്ടി നിർത്തി ആരാണെന്ന് നോക്കാൻ പോയ സമയത്ത് ആ രൂപം തിരിഞ്ഞു നോക്കിയപ്പം നമ്മൾ അന്ന് ചിതയൊരുക്കി കത്തിച്ച പെൺകുട്ടിയുണ്ടല്ലോ മഹാലക്ഷ്മി, അവളുടെ രൂപമായിരുന്നു നിന്നത്. നിങ്ങൾ എന്തൊക്കെയാടാ ഈ പറയുന്നത്? മരിച്ചുപോയ അവൾ നിങ്ങളുടെ മുമ്പിൽ ജീവനോടെ വന്നു നിന്നു. ജീവനോടല്ല സാറേ, ആത്മാവ്. അന്ന് നമ്മൾ കൊന്നപ്പോൾ ഉപയോഗിച്ച അതേ സാരിയാണ് ആ പെൺകുട്ടി ഉടുത്തോണ്ട് നിന്നിരുന്നത്. ഉഗ്രരൂപിണിയായി അവൾ നോക്കിയപ്പോൾ ഞങ്ങൾ ആകെ ഭയന്നു പോയി, ഞങ്ങൾക്ക് എന്തായാലും പേടിയാവുന്നു സാറേ എന്നൊക്കെ പറയുന്ന സമയത്ത് മേഘനാഥൻ പറയുന്നു, നിങ്ങൾക്ക് ഞാൻ നല്ലൊരു വില കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, പറഞ്ഞ കാര്യം പറഞ്ഞ സമയത്ത് തന്നെ തീർത്തു തന്നതിന് എനിക്ക് നിങ്ങളോടൊരു പ്രത്യേക മതിപ്പൊക്കെ ഉണ്ട്. ആ വില നിങ്ങളായിട്ട് തന്നെ ഇല്ലാണ്ടാക്കരുത്. ഒരു ഗുണ്ടകളാണെന്ന് പറയാൻ നാണമുണ്ടോ? ഞങ്ങൾ പലരെയും കൊന്നു തള്ളിയിട്ടുണ്ട് സാറേ, പക്ഷെ അവരുടെയൊന്നും ആത്മാവ് ഇതുപോലെ ശല്യം ചെയ്യാൻ വന്നിട്ടില്ല. അതാ ഞാൻ പറയുന്നത്, ജീവനോടിരിക്കുന്ന ഒരു വ്യക്തിയെ പേടിക്കേണ്ട കാര്യമുള്ളൂ, മരിച്ച ആത്മാക്കളെ പേടിക്കേണ്ടേ കാര്യമില്ല. പിന്നെ ഇതുപോലത്തെ നിസാര കാര്യമൊന്നും പറയാനായിട്ട് എന്നെ ഇങ്ങനെ വിളിച്ചു വരുത്തരുത്. മഹാലക്ഷ്മിയെ കാണാതായതിൻ്റെ പേരിൽ പോലീസ് കേസും അന്വേഷണവും ഒക്കെ ശക്തമായിട്ട് നടക്കുന്ന ഈ സമയത്ത് ചുമ്മാ ഇതേ കണക്കത്തെ ചീള് കേസ് പറയാൻ വിളിക്കരുത് എന്നൊക്കെ പറഞ്ഞ് മേഘൻ അങ്ങ് പോകുന്നു. പകുതി വഴി എത്തുമ്പോഴത്തേക്കും മേഘൻ്റെ പുതിയ കാറ് സ്റ്റക്കാവുന്നു. എന്തു പറ്റി? പുതിയ വണ്ടിയാണല്ലോ, ഇങ്ങനെ ഇതുവരെ സംഭവിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ പുറത്തിറങ്ങി വണ്ടി ചെക്ക് ചെയ്യുന്ന അതേ സമയം മഹാലക്ഷ്മി ചോദിക്കുന്നു, വണ്ടി കംപ്ലൈൻ്റ് ആയോ? ആന്നേ, ഞാൻ തള്ളേണ്ട കാര്യമുണ്ടോ? വേണ്ട. അപ്പോൾ പെട്ടെന്ന് മേഘൻ ആലോചിക്കാതെയാണ് ഇതെല്ലാം പറഞ്ഞത്. പിന്നീടാണ് ആലോചിക്കുന്നത്, ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, ഇതിപ്പോൾ ആരോടാണ് ഞാൻ സംസാരിക്കുന്നത്? ഇത് മഹാലക്ഷ്മിയുടെ സൗണ്ട് അല്ലേ എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുന്നതും ഒരു രൂപം മറഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട്. ആ രൂപം തൻ്റെ അരികിലേക്ക് തിരിഞ്ഞു വന്നതും മഹാലക്ഷ്മിയുടെ ആ ഒരു മുടിയൊക്കെ പറത്തി രൗദ്രത്തോടെ വരുന്നത് കണ്ട് മേഘൻ ആകെ അങ്ങ് പേടിച്ച് വിറച്ച് ഓടുന്നുണ്ട്. പെട്ടെന്ന് ഓടി വരുമ്പോൾ ഒരു ഓട്ടോ ഓപ്പോസിറ്റ് വരുന്ന ആ വണ്ടിക്ക് കൈ കാണിച്ച് നിർത്തിച്ച് ആ വണ്ടിയിലേക്ക് കയറി ജീവൻ രക്ഷാർത്ഥം എങ്ങനെയൊക്കെയോ വീട്ടിലേക്ക് എത്തിച്ചേർന്നു. അതേസമയം മേഘനാഥൻ പോയതിൻ്റെ തൊട്ട് പിന്നാലെ അനന്തവും മാർക്കോയും കാറുമായിട്ട് വന്ന് മഹാലക്ഷ്മിയെ കൂട്ടിക്കൊണ്ട് പോകുന്നു. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, പേടിയൊന്നുമില്ലല്ലോ? എന്തിനാണ് ഞാൻ പേടിക്കുന്നത്, രണ്ട് ധൈര്യശാലികൾ എൻ്റെ കൂടെ ഉള്ളപ്പോൾ എന്നൊക്കെ പറഞ്ഞ് സന്തോഷകരമായിട്ട് അവരും അങ്ങ് പോകുന്നു. അങ്ങനെ മേഘനാഥൻ വീട്ടിലേക്ക് എത്തി പൈസയൊക്കെ കൊടുത്ത് എങ്ങനെയൊക്കെയോ ഗേറ്റ് തള്ളി തുറന്ന് അകത്തേക്ക് കയറി രക്ഷപ്പെടാൻ ഒരുങ്ങുന്ന സമയത്ത് നമ്മുടെ മാർക്കോയും മഹാലക്ഷ്മിയും അതിന് മുമ്പേ അവിടെ എത്തിയിരുന്നു. മേഘം വരുന്നത് കണ്ടിട്ട് നമ്മുടെ മഹാലക്ഷ്മിയെ അകത്തേക്ക് കയറ്റി വിടുന്നു. മേഘനാഥൻ ചുറ്റുപാട് നിരീക്ഷിച്ച് ഭയന്ന് വിറച്ച് ബെല്ലടിക്കുന്ന സമയത്ത് ആരും വന്ന് ഡോറ് തുറക്കുന്നില്ല. അതേസമയം മഹാലക്ഷ്മി വീണ്ടും മേഘ എന്ന് വിളിക്കുമ്പം മേഘനാഥൻ പേടിച്ച് വിറച്ച് ചുറ്റുപാട് നോക്കുന്നു, പക്ഷെ ആരും കാണുന്നില്ല. പിന്നീട് പരതി എല്ലായിടം നോക്കി വന്നപ്പോഴത്തേക്കും മഹാലക്ഷ്മിയുടെ രൂപം കാണുന്നു. തൻ്റെ പിന്നാലെ വരുന്ന മഹാലക്ഷ്മിയെ കണ്ട് പേടിച്ച് വീട്ടിന് ചുറ്റും ഓടുന്നുണ്ട്. അതേസമയം മാർക്കോ അങ്ങോട്ടേക്ക് വന്ന് മേഘൻ്റെ തലയ്ക്ക് ഒരു വടി വെച്ച് അടിച്ചിടുന്നുണ്ട്. മേഘൻ ആരാണെന്ന് കാണുന്നില്ല, മഹാലക്ഷ്മിയാണ് തന്നെ ഉപദ്രവിച്ചതെന്നാണ് അയാൾ വിചാരിക്കുന്നത്. അങ്ങനെ മഹാലക്ഷ്മി ആനന്ദവും മാർക്കോയും കൂടി പെട്ടെന്ന് അവിടുന്ന് രക്ഷപ്പെട്ട് വണ്ടിയിൽ കയറി അങ്ങ് പോകുന്നുണ്ട്. ആരും കാണുന്നില്ല മഹാലക്ഷ്മിയെയും ആനന്ദുവിനെയും മാർക്കോയെയും. അതേസമയം അടികൊണ്ട് വീഴുന്ന മേഘൻ്റെ ഒച്ച നമ്മുടെ വാമദേവൻ കേൾക്കുന്നുണ്ട്. പെട്ടെന്ന് വാമദേവൻ സീമന്തിനി അമ്മയെ വിളിച്ചുണർത്തുന്നുണ്ട്. സീമന്തിനി എണീക്ക്, പുറത്തെന്തോ ഒരു ഒച്ച കേൾക്കുന്നു. മേഘം വന്നു എന്നാ തോന്നേ. മേഘ ഇതുവരെ വന്നിട്ടില്ല, പുറത്തു പോയതല്ലേ? അതല്ലടി, മേഘൻ്റെ കരച്ചിൽ പോലെ എനിക്ക് തോന്നി, വാ നമുക്കൊന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് ടോർച്ചൊക്കെ എടുത്ത് പുറത്തേക്ക് വരുന്ന സമയത്ത് അവിടെ എങ്ങും ആരെയും കാണുന്നില്ല. അപ്പം സീമന്തിനി ചോദിക്കുന്നു, സ്വപ്നത്തിലാണോ മേഘൻ്റെ കരച്ചിൽ കേട്ടത്? അല്ലടി, ഞാൻ ശരിക്കും കേട്ടതാ എന്ന് പറഞ്ഞിട്ട് നോക്കുന്ന സമയത്ത് ഗേറ്റ് തുറന്ന് കിടക്കുന്നു. കണ്ടോ, ഗേറ്റ് തുറന്ന് കിടക്കുന്നു, അതിനർത്ഥം ആരോ അകത്ത് കടന്നിട്ടുണ്ടെന്നാ. അങ്ങനെ വാമം പറയുമ്പോൾ അവർ രണ്ടുപേരും കൂടി
പേടിച്ച് വിറച്ച് അങ്ങനെ ടോർച്ചടിച്ച് എല്ലായിടം നോക്കുമ്പോൾ അവിടെയും ആരും കാണുന്നില്ല. ഗേറ്റ് അടച്ചിട്ട് തിരിച്ച് വന്ന് വീടിന് ചുറ്റും നോക്കുമ്പോൾ നമ്മുടെ മേഘൻ ബോധം കെട്ട് കിടക്കുന്നത് കാണുന്നു. രണ്ടുപേരും പേടിച്ച് വിറച്ച് മേഘനെ തട്ടി വിളിക്കുന്നെങ്കിലും മേഘൻ ഉണരുന്നില്ല. ശേഷം വെള്ളം എടുത്തുകൊണ്ട് വന്ന് മുഖത്തൊഴിച്ച് വിളിച്ചെണീപ്പിക്കുമ്പോൾ മേഘൻ പേടിച്ച് വിറച്ച് എണീക്കുന്നുണ്ട്. നിൻ്റെ തലയ്ക്കിതെന്തു പറ്റി? ആരോ അടിച്ചെന്ന് തോന്നല്ലോ എന്ന് വാമൻ ചോദിക്കുമ്പം മേഘം പറയുന്നുണ്ട്, അടിച്ചച്ചാ മഹാലക്ഷ്മിയുടെ ആത്മാവ് എന്നെ ഉപദ്രവിച്ചു. നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്? ജീവിച്ചിരിക്കുന്ന മനുഷ്യരെയല്ലേ നമ്മൾ പേടിക്കണ്ടു. നിന്നെപ്പോലൊരു ധൈര്യശാലി ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടാ. എന്തായാലും നീ വാ എന്ന് പറയുന്ന സമയത്ത് സീമന്തിനിയുമായി പറയുന്നുണ്ട്, മേഘം പറയുന്നതിലും കാര്യമുണ്ട്. അവൾ ദൈവിക ശക്തിയുള്ള ഒരുത്തിയാണ്. അതുകൊണ്ട് അവളുടെ മരണശേഷം ആത്മാവ് ഇങ്ങനെ അലഞ്ഞു തിരിയുന്നു എന്ന് പറയുന്നത് സത്യം തന്നെയായിരിക്കും. കർക്കിടക മാസത്തിലാണ് മരിച്ചത്. അന്നേരം മേഘം പറയുന്നുണ്ട്, മഹാലക്ഷ്മിയെ കൊന്ന ഗുണ്ടകൾ എന്നെ ഇപ്പോൾ വിളിപ്പിച്ചിരുന്നു. ചെന്നപ്പോൾ അവന്മാരും പറഞ്ഞു അവന്മാരും ഇതുപോലെ അവളുടെ ആത്മാവിനെ കണ്ടു എന്ന്. ഞാനത് വിശ്വസിക്കാതെ വന്നപ്പോഴാണ് വഴിയരിവിൽ അവളുടെ ആത്മാവിനെ കണ്ടത്. എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് ഇവിടെ വന്നപ്പോഴത്തേക്കും എൻ്റെ പിറകെ അവൾ ഇവിടെ എത്തിയച്ചാൽ. അങ്ങനെ ഈ വീടിന് ചുറ്റും ഞാൻ ഓടിയെന്നൊക്കെ ഉള്ള കാര്യം തുറന്നു പറയുന്നത് കേട്ടിട്ട് രണ്ടുപേർക്കും പേടിയാവുന്നുണ്ട്. പക്ഷേ വാമദേവന് അത്രയ്ക്ക് അങ്ങോട്ട് പേടിയാവുന്നില്ല. അങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് പോകുന്നതും കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പം രസകരമായിട്ടുള്ളൊരു എപ്പിസോഡ് തന്നെയായിരുന്നു ഇത്. ഇനിയും വരാൻ പോകുന്നത് അതിനേക്കാളും രസകരമായ എപ്പിസോഡ് തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ഇനി പ്രതാപനാണ് അടുത്ത പണി വരാൻ പോകുന്നത്. കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ.